കുട്ടിക്കാലം ചെന്നൈയിലായിരുന്നു ജനിച്ചത് വളർന്നതെല്ലാം. പിന്നെ സ്കൂളിംഗ് ഫാറ്റിമ കോൺവെന്റ്, കോളേജ് വുമൻസ് ക്രിസ്ത്യൻ കോളേജ്, അവിടുത്തെ BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഡയറ്റീഷ്യൻ ആവണം എന്നുള്ളതായിരുന്നു എയിം. പിന്നെ ചെറുതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പാടും. ഇപ്പം അതെന്തോ ഞാൻ അങ്ങ് സംസാരിച്ച് ഓവറായിട്ട് അങ്ങ് പിള്ളേരുടെ അടുത്തൊക്കെ വച്ചിട്ട് എൻ്റെ വോയിസ് അങ്ങ് മാറിപ്പോയി. കൊച്ചിലെ പിന്നെ ചെറിയ പ്രായത്തിൽ നല്ല വോയിസ്, ഇറ്റ് വാസ് നോട്ട് സോ ബാഡ്, പാടുമായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻ ഇന്റർ സ്കൂൾ ഇന്റർ കോളേജിലെല്ലാം പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പാട്ടിന്. ആക്ടിങ്, സ്റ്റേജ് പ്രോഗ്രാം, ഇങ്ങനെ ഡ്രാമ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. അബ്സല്യൂട്ട്ലി ഒരു ഡയലോഗ് പോലും ഒരു സ്റ്റേജിൽ കയറി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പാട്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ ഡാൻസും ഇഷ്ടമായിരുന്നു. പക്ഷെ ഡാൻസ് റെഗുലറായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ WCC പഠിക്കുമ്പോൾ ബസ്സിലായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ, പ്രവീൺ കുമാർ എന്നൊരു ഫോട്ടോഗ്രാഫറും, ഹി വാസ് ട്രാവലിംഗ് ഇൻ ദ ബസ്. അപ്പോൾ ഞാൻ കോളേജിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ നടന്നു വന്നിട്ട് പറഞ്ഞ്, മാം ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, കെൻ ഐ ടേക്ക് എ ഫോട്ടോഗ്രാഫ് ഓഫ് യോഴ്സ് ഫോർ എ വുമൻസ് മാഗസിൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനോർത്ത് ഹി ജസ്റ്റ് സം ബാഡ് എലിമെന്റ് എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അയാൾ ഫോളോ ചെയ്ത് വീട്ടിൽ കയറി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ പ്ലീസ് സർ, ഞാനൊരു ഫാമിലി ഫേസ് എനിക്ക് വേണം ഈ മാഗസിന് വേണ്ടിയിട്ട്, ഇതൊരു സ്പെഷ്യൽ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് പേരൊന്നും ഞങ്ങൾ ഇടില്ല, അബ്സല്യൂട്ട്ലി ആരെന്ന് പോലും അറിയത്തില്ല, ജസ്റ്റ് എ ഫേസ്, അങ്ങനെ എനിക്ക് വേണം. ആൻഡ് കുങ്കുമം എന്നുള്ളത് വാസ് എ ഫാമിലി മാഗസിൻ, അബ്സല്യൂട്ട്ലി. അപ്പോൾ നൗ ഇറ്റ് ഹാസ് സം സിനിമ ഫീച്ചേഴ്സ്, ദെൻ അത്ര ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞു, ജസ്റ്റ് ആഫ്റ്റർ ഓൾ ഒരു ഫോട്ടോഗ്രാഫ് അല്ലേ മാഗസിനിൽ, എത്ര പേർക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി, അവൾ പഠിച്ചുകൊണ്ടിരിക്കട്ടെ, സോ വാട്ട്, ലെറ്റർ ഒരു ഫോട്ടോഗ്രാഫ് അല്ലേ, ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് മോഡലിംഗ് ഇഷ്ടമായിരുന്നു. പട്ടുസാരിയുടെ പരസ്യമൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെയൊക്കെ നിനക്ക് ഹൈറ്റ് ഉണ്ട്, നീ സാരിയൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും. പക്ഷെ എനിവേ അച്ഛൻ സമ്മതിക്കൂല, സോ ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. പക്ഷെ ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫറിൻ്റെ നിർബന്ധമൊക്കെ കൂടി അമ്മയും കുറച്ചൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്തു, ക്ലാസ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടുകൂടാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് മേക്കപ്പ് ഇട്ടുകൂടാ, ഇങ്ങനെ ഓരോന്നും അച്ഛൻ പറഞ്ഞപ്പോൾ ഒന്നും മേക്കപ്പ് ഇല്ല, ലിപ്സ്റ്റിക് ഇല്ല, വെറും കൺമഷിയും പൊട്ടും മാത്രം ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞ്, എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ലീവ് യുവർ ഹെയർ ലൂസ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുടിയെല്ലാം കാണിച്ചെല്ലാം ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇങ്ങനെ അച്ഛൻ ഭയങ്കര ടെൻഷനായിരുന്നു. അവസാനം മുടിയും കെട്ടി വെച്ചിട്ട് ഭയങ്കര ഒരു ഓർഡിനറി ഫോട്ടോഗ്രാഫ് ആയിരുന്നു എൻ്റെ അത്. ഇങ്ങനെ എടുത്തിട്ട് പോയിട്ട് അങ്ങേരുടെ ഇൻട്രസ്റ്റിൽ അങ്ങേരെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോൾ നിറയെ പേർക്ക് ഫോട്ടോ സർക്കുലേറ്റ് ആയി, എനിക്ക് തന്നെ അറിയാതെ. അങ്ങനെ എനിക്ക് ഫോൺ കോൾസ് വരാൻ തുടങ്ങി വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഇങ്ങനെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഞങ്ങൾ ഫോട്ടോ കണ്ടു. അച്ഛൻ അങ്ങ് ഭയങ്കര ദേഷ്യം, ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കര വേളം. പിന്നെ അങ്ങനെ വന്ന ഫോൺ കോളിൽ ഒന്നായിരുന്നു മുക്ത ശ്രീനിവാസ് എന്നൊരു പ്രൊഡ്യൂസർ. അങ്ങനെ അച്ഛൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചു, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞുകൂടായിരുന്നു, എനിക്ക് എൻ്റെ ഫ്രണ്ടല്ലേ നീ, അങ്ങനെയെങ്കിലും പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഇല്ലല്ല, നീ ഒന്നും ഓർക്കണം, ഇത് മണിരത്നത്തിൻ്റെ ഡയറക്ഷനാണ്, കമൽ സാറാണ് ഹീറോ, എന്ത് വലിയ കോമ്പിനേഷനാണ്, യു മസ്റ്റ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ബെഗിങ് ഓൾമോസ്റ്റ്, അയ്യോ പ്ലീസ് ഞാൻ ചെയ്യട്ടെ. പിന്നെ അമ്മ പറഞ്ഞു, അയ്യോ നല്ല ഓപ്പർച്യൂണിറ്റി, അമ്മയ്ക്ക് ഫേവറേറ്റ് ഹീറോ കമലാണ്. അപ്പം അമ്മയും പ്ലീഡിങ് ഓൾമോസ്റ്റ് പ്ലീസ് എന്നൊക്കെ. അച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഈ ലിസ്റ്റൊക്കെ ഇട്ടത്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഉറപ്പ്, ഞാൻ ഈ പടം കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, തീർച്ചയാണ് ഈ നായകൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ എങ്കിൽ ശരി ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നായകൻ സ്റ്റാർട്ട് ചെയ്തത്. തമിഴിലൊരു ഓൾമോസ്റ്റ് ഒരു 10 പടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരുന്നു എനിക്ക് ആ മലയാളം ഓഫർ. അതും എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റാണ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡ് മലയാളമാണ്. ഐ ഹാവ് റിയൽ സാഡ് തിങ്സ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. എനിക്ക് ഇന്ന് വരെ എനിക്ക് മലയാളത്തിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഐ എം നോട്ട് ഗെറ്റിംഗ്, ഐ ഡോണ്ട് നോ വൈ. എനിക്ക് വരുന്ന ഓഫർ എനിക്ക് തൃപ്തിയാവുന്നില്ല, തൃപ്തിയുള്ള ഓഫർ ഒന്നും വരുന്നില്ല. ശരിക്കും ഡിസപ്പോയിൻമെന്റ് ആണ്. ഇപ്പോഴല്ല, ഞാൻ ഹീറോയിനായിട്ട് ചെയ്യുമ്പോൾ തന്നെ, ഹീറോയിനായിട്ട് ഞാൻ ആദ്യം ചെയ്ത പടം അർത്ഥമായിരുന്നു, സത്യനന്ദിക്കാട്. ദാറ്റ് വാസ് ദി ബെസ്റ്റ്. അത് എനിക്ക് ഇറ്റ് വാസ് വെരി ഗുഡ്, എൻ്റെ റോൾ വാസ് വെരി ഗുഡ്, മൂവി വാസ് വെരി ഗുഡ്, എവറിഥിങ് ഫൈൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ് വാട്ട് ഐ ഡിഡ്. ഞാൻ ചെയ്ത റോൾസൊക്കെ മലയാളം ക്രേസിന് ഞാൻ ചെയ്തേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വരുമ്പോൾ എനിക്കങ്ങ് അയ്യോ ശരി ചെയ്യാം, കാരണം ഐ വോണ്ട് ടു ഡു മലയാളം മൂവീസ്, അങ്ങനെ ഞാൻ ചെയ്തേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് മലയാളം, ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ അത് കഴിയുമ്പോൾ തെലുങ്ക്,
അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് തമിഴ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർഡർ ഓഫ് ലാംഗ്വേജസ്. തെലുങ്ക് പാട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങ് കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയാം. ദ സെയിം തിങ് വിത്ത് മലയാളം. മലയാളം മെലഡീസ് ഒക്കെ എനിക്ക് അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്. മലയാളം ബന്ധം ഇസ് ആക്ച്വലി ടു മച്ച്. കാരണം അമ്മ ജനിച്ച് വളർന്നത് ആലപ്പുഴ. ആൻഡ് അതുകൊണ്ട് അമ്മയുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും, അമ്മയുടെ വീട്ടിൽ 10 സിസ്റ്റേഴ്സ് ബ്രദർ എല്ലാം കൂടെ 10 ചിൽഡ്രൻ ആണ്. അപ്പോൾ അവരാരും ചെന്നൈ കണ്ടിട്ട് പോലും ഇല്ല അമ്മയുടെ കല്യാണം വരെ. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് ഞങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ ആൻറ്റീസ് അങ്കിൾസ് ആർക്കും തമിഴേ അറിയാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളൊക്കെ തമിഴ് പറയുമ്പോൾ അവരെന്നെയൊക്കെ കളിയാക്കും. അപ്പോൾ അവർ കളിയാക്കുമ്പോൾ പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ പഠിക്കാൻ തുടങ്ങിയത് ആ സ്റ്റേജിൽ. പിന്നെ ആ ഒരു കോണ്ടാക്ട് അല്ലാതെ അച്ഛൻ ഇങ്ങനെ മലയാള ഫിലിംസ് ആയിരുന്നു ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് AB രാജ്, ഞാൻ ഏത് ഡെക്കേഡ്, പ്രേംനസീർ പീരിയഡ്, പ്രേംനസീർ, സത്യൻ, മധു, അവരുടെയൊക്കെ ആ സ്റ്റേജിൽ അച്ഛൻ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ പടവും ചെയ്തിട്ടുണ്ട്, പ്രോബ്ലി 2 ഫിലിംസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അത് ഇറ്റ് വാസ് അച്ഛൻ്റെ ഓൾമോസ്റ്റ് എൻഡിങ് ഫിലിംസ് ആയിരുന്നു ലാലേട്ടൻ്റെ പടമൊക്കെ. ഓൾമോസ്റ്റ് അച്ഛൻ ഇങ്ങനെ ഇൻഡസ്ട്രി വിട്ട് ഫിനിഷ് ആവാന്നുള്ള സ്റ്റേജിലായിരുന്നു. പക്ഷെ കൂടുതലും ചെയ്തിട്ടുള്ളത് പ്രേം നസീറും അങ്ങ് ആ സ്റ്റേജിലായിരുന്നു. ജയഭാരതി ആൻഡ് ഷീല അവരുടെയൊക്കെ. അപ്പോൾ ലൈക്ക് ദാറ്റ് അതൊരു കോണ്ടാക്ട് ആണ് എനിക്ക്. അവരുടെയൊക്കെ അച്ഛൻ ആ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ വീട്ടിൽ വരും, അവരുടെ അടുത്തൊക്കെ സംസാരിക്കും, പടങ്ങൾ കാണും, അച്ഛൻ്റെ പടങ്ങളൊക്കെ കാണും. പിന്നെ നസീർ അങ്കിളെല്ലാം എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്. ആക്ടർ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ഞങ്ങളൊക്കെ ബേബീസ് ആയിരുന്നു ആ സമയം. അപ്പം നസീർ അങ്കിളുടെ ഷൂട്ടിങ്ങിനൊക്കെ എപ്പോഴും ഞാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, ഷീലാമ്മൊക്കെ റിയലി ലൈക്ക് ഞങ്ങളൊക്കെ കിഡ്സ്, റിയൽ ബേബീസ് അവരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ. അപ്പോൾ അവരടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. റിയൽ ഗോൾഡൻ പീരീഡ് ആണ്, എനിക്കത് മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എൻ്റെ അമ്മ മരിച്ചപ്പോഴായിരുന്നു. എനിക്കങ്ങ് ഇറ്റ് ഈസ് സംതിങ് വിച്ച് എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു നെവർ എൻഡിങ് ദുഃഖം, അമ്മയുടെ ഡെത്ത്. കാരണം അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ച ഒരു പേഴ്സണായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ മാരേജ്. അഫ്കോഴ്സ് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് ആ സന്തോഷം ഇല്ലായിരുന്നു, കാരണം എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ മാരേജ് അങ്ങനെ ഉണ്ടാവും, ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് ഹാപ്പിനെസ് എന്നൊന്നും അപ്പം അറിയത്തില്ലല്ലോ. പക്ഷെ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാട്ട് ഐ റിലീഷ് ദ മോസ്റ്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ മാരേജ്. എൻ്റെ മാരേജ് ലവ് മാരേജ് അല്ലായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒരു എയിം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ മൈൻഡിൽ. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു അച്ഛൻ്റെ സെലക്ഷൻ തന്നെ വേണോ എനിക്കിന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും സീരിയസ് ആയിട്ട് പ്രൊപ്പോസൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി സർക്കിളിലൊക്കെ അങ്ങനെ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭാരതിരാജയുടെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നു. വൺ വാസ് കറുത്തമ്മ, അത് കഴിഞ്ഞ ഉടനെ പസുംപൊൻ, ഈ 2 പിക്ചേഴ്സ്. അപ്പോൾ ഈ കറുത്തമ്മയിൽ എൻ്റെ ഹസ്ബൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ. ലൈക്ക് അങ്ങേരെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സീരിയസ് പേഴ്സൺ ആയിരുന്നു. കാര്യം ആ ഡയലോഗ് പറയും, ഹീൽ ടെൽ മീ ദ വർക്ക്, അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാനും ലൈക്ക് അത്ര ഈസി ഗോയിങ് അല്ല. ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റാർട്ടിങ് ട്രബിൾ. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വായ അടയ്ക്കൂല, അങ്ങനെ സംസാരിക്കും. പക്ഷെ തുടക്കം എനിക്ക് ഭയങ്കര പാടാ. അപ്പോൾ അങ്ങേരെ എൻ്റെ അടുത്ത് സംസാരിക്കാതെ കൊണ്ട് ഞാൻ മിണ്ടിയിട്ടേ ഇല്ല, അങ്ങേരത്ത് നോക്കിയിട്ട് പോലും ഇല്ല. ചുമ്മാ ഗുഡ് മോർണിംഗ് ഡയലോഗ് പോവും, അത്രേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ അനുഭവം കറുത്തമാല്. ഒരു 3 days കഴിഞ്ഞപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്ങേരുടെ പേര് പൊന്മന്നൻ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, നിന്റെ പേരായിട്ട് പൊന്മന്നൻ ഇസ് ഗോയിങ് ടു ആക്ട് എന്ന്. അപ്പം എനിക്കങ്ങ് അയ്യോ, ഹീസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ, ഈസ് ആക്ടിങ് ഓൾസോ ഇങ്ങനെ ചെയ്തു. അതെ എനിക്ക് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് സംബഡി എൽസ്, അതുകൊണ്ട് ഞാൻ ഐ ആസ്ക്ഡ് ഹിം ടു ആക്ട് എന്ന് പറയും. അപ്പോൾ ഓക്കെ എനിക്കൊരു ഐ ഹാഡ് നത്തിങ് അബൌട്ട് ഹിം, ഒന്നുമേ അറിയാൻ പാടില്ല അബൌട്ട് ഹിം. വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് മിണ്ടിയിട്ടേ ഇല്ല, മിണ്ടൂല്ല, ചിരിക്കൂല, ഒന്നുമില്ല കേട്ടോ. വെറുതെ ഡയലോഗ് പറയും, പിന്നെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അപ്പം ഞാൻ പേര് വെച്ചത് സിടുമൂഞ്ചി എന്നായിരുന്നു. തമിഴിൽ സിടുമൂഞ്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂച്ചാട്ട അങ്ങനത്തെ. അപ്പം ഞാൻ വീട്ടിലൊക്കെ പോയി പറയും, ഒരു സിടുമൂഞ്ചി എൻ്റെ ജോഡി, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ കമൻ്റ് അടിക്കുമായിരുന്നേ. പക്ഷെ എൻ്റെ അടുത്ത് മിണ്ടത്തുമില്ല, പക്ഷെ ദേഷ്യം കാണിക്കില്ല, പക്ഷെ മിണ്ടത്തേ ഇല്ല. ഇത് കഴിഞ്ഞു. പിന്നെ വി ഡിഡ് പസുംപൊൻ, അതിൽ ഞാൻ ഹീറോയിൻ ആയിരുന്നു, പ്രഭു സാറായിരുന്നു ജോഡി. അതിലും എൻ്റെ ഒരു മൊറപ്പയ്യനായിട്ട് ഒരു റോളും ചെയ്യുന്നുണ്ട്, പ്ലസ് ഹി വാസ് ദി അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ഇതേമാതിരി വരും, ഡയലോഗ് പറയും, അഭിനയിക്കും, പോകും, അത്രേ ഉള്ളൂ. ആ പിക്ചറിൽ പക്ഷേ ഞാൻ ഫാഷൻ ഡിസൈനിങ്
ആ സമയത്ത് നിറയെ ചെയ്യുമായിരുന്നു, പിക്ചേഴ്സൊക്കെ വരയുമായിരുന്നു, സ്റ്റിച്ചിങ് ഒക്കെ നിറയെ ലൊക്കേഷനിൽ കൊണ്ടുപോയി ചെയ്യുമായിരുന്നു. കാരണം ഐ ഹാഡ് ടു സബ്മിറ്റ് ലോട്ട് ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ സമയമില്ലാത്തപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട്, കാരണം അങ്ങനെ പെയിൻറ്റർ അല്ലേ. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദാറ്റ് വാസ് ദി ഓൺലി തിങ് ഹി സ്പോക്ക്. ഇത് കഴിഞ്ഞപ്പോൾ പടം കഴിഞ്ഞു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ, പടം റിലീസായി, പസുമ്പോൺ ഇസ് റിലീസ്ഡ്. ജസ്റ്റ് അറ്റ് റാൻഡം എനിക്കൊരു ഫോൺ കോൾ ഫ്രം മൈ ഹസ്ബൻഡ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ നെക്സ്റ്റ് മന്ത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോട്ടലി എത്ര ഡേയ്സ് വേണം? ഇങ്ങനെയൊക്കെ നമ്മൾ പിക്ചറിനെ പറ്റി ചോദിക്കൂലേ. അങ്ങനെ ചോദിച്ചപ്പോൾ 70 years വേണം എന്ന് പറഞ്ഞു. എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കങ്ങ് മനസ്സിലായി. ബട്ട് ദെൻ ഐ തോട്ട് അയ്യോ വാട്ട് ഈസ് റോങ് വിത്ത് ഹിം? എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലുമില്ല, എൻ്റെ അടുത്ത് ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു എന്താ ചോദിക്കുന്നത്, മനസ്സിലായല്ലോ? മനസ്സിലായി, പക്ഷെ ഓക്കെ പറയൂ, ഗിവ് മീ ദി ആൻസർ എന്ന്. അങ്ങനെയൊന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഞാൻ അച്ഛനെ ചോദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഈ വാട്ട് ഈസ് റോങ് വിത്ത് ഹിം? ഇതുവരെ മിണ്ടിട്ട് പോലുമില്ല, സഡൻലി ഈസ് കമ്മിങ് ആൻഡ് ആസ്കിങ് മീ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞേ അങ്ങനെയൊക്കെ ഉണ്ടാവും സിനിമയിൽ, ജസ്റ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഇഗ്നോർഡ് ടോട്ടലി. ഇത് കഴിഞ്ഞപ്പോൾ ഭാരതി രാജ ആൻഡ് മീ ഹാഡ് എ വെരി നൈസ് റിലേഷൻഷിപ്പ്. ഐ റിയലി അഡ്മയർ ഹിം ലൈക്ക് വൺ വെരി ക്ലോസ് ഫാമിലി മെമ്പർ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നല്ല ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്, നിനക്ക് നല്ലപോലെ കല്യാണം കഴിക്കണം, അതാണ് നിനക്ക് നല്ലത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സർ ഐ ഹാവ് എ ന്യൂസ് ഫോർ യു. ഇങ്ങനെ ഹിസ് നെയിം ഇസ് ഷൺമുഖം, മൈ ഹസ്ബൻഡ്സ് നെയിം ഇസ് ഷൺമുഖം, ആക്ച്വലി സിനിമയിലാണ് പൊൻവണ്ണ്. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു സർ, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഡയറക്ടർ ഭയങ്കര സന്തോഷം, അയ്യോ ചോദിച്ചോ, സത്യത്തിൽ ചോദിച്ചോ, പ്ലീസ് ഗോ അഹെഡ്, എന്താ പറഞ്ഞ നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ വാട്ട് റബ്ബിഷ്, ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല, ഞാൻ ഐ ജസ്റ്റ് അവോയ്ഡഡ്. അപ്പോൾ ഡയറക്ടർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഡയറക്ടർ എന്നെ ഭയങ്കര ഒച്ച, നിനക്കറിയാമോ അവനെ പറ്റി എന്താന്ന് വിചാരിച്ചിരിക്കുന്നത്, എന്ത് നല്ല പേഴ്സൺ ആണെന്നറിയാവോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ വഴക്ക് തന്നെ. യു മസ്റ്റ് അഗ്രി, ഞാൻ ഉടനെ യു പ്ലീസ് കോൾ ആൻഡ് ടോക്ക് ടു മീ, ഇങ്ങനെയൊക്കെ ഭയങ്കര ഒച്ച. ഞാൻ മിണ്ടില്ല, എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. പിന്നെ ഡയറക്ടർ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, സർ അവൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ബ്രെയിൻസ് ഇല്ലെന്ന് തന്നെ വെച്ചോളൂ, നിങ്ങൾ ഒരു അച്ഛനായിട്ട് ഞാൻ പറയാം, നല്ല ചോയ്സാണ്. എനിക്ക് ഐ നോ ഹിം ഫോർ 15 years നിയർലി, ഈ സച്ച് എ നൈസ് പേഴ്സൺ, നിങ്ങളിത് എനിക്ക് ഇവളെയും അറിയാം, പ്ലീസ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു അയ്യോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, ലെറ്റ് മീ ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോയി മീറ്റ് ചെയ്ത് സംസാരിച്ച് 1 meeting ഒരു 2 hours. വീട്ടിൽ വന്നിട്ട് അച്ഛൻ പറഞ്ഞു ജസ്റ്റ് ഗോ അഹെഡ്, ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു എന്ന് പറഞ്ഞു. ഇങ്ങനെ അച്ഛൻ്റെ ജസ്റ്റ് ദാറ്റ് 1 word വെച്ചിട്ടാണ് ഞാൻ ഐ വെന്റ് അഹെഡ് വിത്ത് മാരേജ്. ഡെഫിനറ്റ്ലി അച്ഛൻ്റെ ഹോൾഡ് അല്ല ഞാൻ സിനിമയിൽ വന്നതിൻ്റെ റീസൺ. ഇൻഫാക്ട് അച്ഛൻ അഗെയിൻസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ പറ്റി നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റിയാൽ പിന്നെ നമ്മുടെ പിള്ളേരെ നമ്മൾ അതിൽ കൊണ്ടുവരില്ല. റീസൺ ബീങ് നമുക്ക് എന്തോ ഒരു ചെറിയ പേടി ഉണ്ടാവും, അയ്യോ അവർ നല്ലപോലെ വരുമോ, ലൈക്ക് വന്നില്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ എന്താ. കാരണം എന്താന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞ ഉടനെ അവർക്ക് ഈ പഠിപ്പിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങും, നമ്മൾക്ക് ഇനി എന്താ, നമുക്ക് പിക്ചേഴ്സ് വരും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസിൽ അവർ വേറെ ഒരു ഫീൽഡിലും ഇൻട്രസ്റ്റ് കാണിക്കൂല. ഇത് നമ്മുടെ ഫിയർ ആണ്. നടക്കുമെന്ന് എനിക്ക് പറയാൻ ഗ്യാരണ്ടീഡായിട്ട് ഞാൻ പറയുന്നില്ല, ജനറൽ ഫിയർ. അപ്പോൾ ഇത് അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓഫർ വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സിനിമ വന്ന് ശരിക്കും പറഞ്ഞാൽ 90% ലക്കാണ്, പ്രോബ്ലി 10% ടാലൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വരുമോ നമ്മൾ ശരിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വന്നില്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിൽ മടി ഉണ്ടാവാൻ പാടില്ല. വേറെ എനി അതർ ജോബ് ഓർ പ്രോബബ്ലി എ ഫാമിലി ലൈഫ്, എല്ലാത്തിനും യു ഷുഡ് ബി പ്രിപ്പയർഡ്. എനിക്ക് ഐ വിൽ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എക്സ്റ്റെൻഡ് പോയാലും കുഴപ്പമില്ല, നമ്മളിതിൽ ജയിക്കണം എന്നുള്ളൊരു ഇതിൽ ഒന്നും വരരുത്. പിന്നെ അനദർ തിങ്, ഫാമിലി ലൈഫ് ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ബിക്കോസ് അതൊരു ദറ്റ്സ് ലൈക്ക് എന്താ ഒരു മൈൻഡ് ബ്ലോക്ക് ആണ്. ദാറ്റ് ഓൾസോ ഇസ് സിനിമ ആക്ട്രസ് എന്ന് പറഞ്ഞാലേ ഫാമിലി ലൈഫ് ഒരു ക്വസ്റ്റ്യൻ. ആരെങ്കിലും കല്യാണം കഴിക്കാൻ ശരിക്കുള്ള ഐ മീൻ ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രോബ്ലി കുറച്ച് ദിവസം മുമ്പ്, നോട്ട് നൗ. നൗഡേയ്സ് ഇപ്പോഴെല്ലാം മാറി. ഇപ്പം എല്ലാവർക്കും ലൈക്ക് എത്രയോ ആണുങ്ങൾക്ക് ദേ ലൈക്ക് ഫിലിം പീപ്പിൾ, അവർക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ അങ്ങനെ. പക്ഷെ അപ്പോഴങ്ങനെ ഇല്ലായിരുന്നു, അപ്പോഴൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ കല്യാണമൊക്കെ ശരിക്കും നടക്കുമോ എന്നൊക്കെ സംശയമാണ്, നല്ല ആളെ കിട്ടൂല, ഇങ്ങനെയൊക്കെ എനിക്കൊരു ലിസ്റ്റ് എഴുതി തന്നു. മൈനസ്, ഇതൊക്കെയാണ് മൈനസ്. അപ്പോൾ ഇത് ഈവൻ അഗെയിൻസ്റ്റ് ദിസ് ഇഷ്ടമാണോ അഭിനയിക്കാൻ. അപ്പം എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ആദ്യം മുതൽ ഇല്ലായിരുന്നു. ഞാൻ ഈ ഓൺലി ബിക്കോസ് ആ ഓപ്പർച്യൂണിറ്റി ആ ടൈം വന്നപ്പോഴേ എനിക്കതങ്ങ് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ കയറിയതാ. കേരള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം.
ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ. ചൂട് ഇഷ്ടമല്ല, അവിടുത്തെ മഴ ഇഷ്ടമല്ല. പിന്നെ ആ ചെറിയ മഴ, ആ മീഡിയോക്കർ സീസൺ എനിക്കിഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലുള്ളത് എനിക്ക് ആ ചിപ്സ്, നേന്ത്രൻ ചിപ്സ്, ഭയങ്കര ക്രേസാണ് എനിക്ക് ആ ചിപ്സ്. അതെൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ്. അതുകൊണ്ട് ഞാനത് കഴിക്കാറേയില്ല ഇപ്പോൾ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനത് എടുത്ത് കഴിച്ചാൽ, തുടങ്ങിയാൽ അതൊരു അഡിക്ഷൻ പോലെയാണ് എനിക്ക്. ഞാനൊരു 1/2 കിലോ പാക്കറ്റ് വരെ തീർക്കും. അത് പേടിച്ചിട്ട് ഞാൻ ഒരെണ്ണം പോലും കഴിക്കില്ല. അത് കൊണ്ടുവന്നാലേ ഞാൻ വേണ്ടെന്ന് പറയും. എനിക്ക് അത്ര ഫേവറേറ്റ് ഫുഡാണത്. പിന്നെ എനിക്ക് കേരളത്തിൻ്റെ എല്ലാ ഫുഡും ഇഷ്ടമാണ്. അവിടുത്തെ ഓണത്തിൽ കഴിക്കുന്ന ആ പപ്പടം പഴം ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കുന്നത്. പിന്നെ അവിടുത്തെ ആ ബ്ലാക്ക് ഹൽവ അല്ലേ, കറുത്ത ഹൽവ, അതിഷ്ടമാണ്. പിന്നെ അവിടുത്തെ നോൺ വെജിറ്റേറിയനിൻ്റെ ക്രിസ്ത്യൻ കുക്കിംഗ്, അതൊക്കെ ഭയങ്കര ക്രേസാണ് എനിക്ക്. കോസ്റ്റ്യൂം, കേരള കോസ്റ്റ്യൂം ഇസ് മൈ ഫേവറേറ്റ്. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഡോട്ടേഴ്സിന് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. എല്ലാ ഓണത്തിനും ഞാൻ എൻ്റെ ഡോട്ടേഴ്സിന് ഈ കേരള സാരിയിൽ പാവാട ബ്ലൗസൊക്കെ റെഡിയാക്കും. എവ്രി ഇയർ റെഡിയാക്കും. ഞാൻ തന്നെ തെക്കും, ഞാൻ തന്നെ റെഡി ചെയ്യും. അങ്ങനെ അതെനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ചെയ്യില്ല ഞാൻ ഡയറക്ഷൻ. കാരണം ഞാനൊരു ടിപ്പിക്കൽ ആക്ട്രസ്സാണ്. ആൻഡ് എനിക്ക് ഡയറക്ടേഴ്സിന് ഭയങ്കര ക്രേസാണ്, എനിക്കിഷ്ടമാണ്. എല്ലാ പടത്തിൻ്റെ ഡയറക്ടറും എനിക്ക് ഗുരുവാണ്. ഞാനത് ചെയ്യേയില്ല. എനിക്ക് ഐ എം ലൈക്ക്, എങ്ങനെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഐ ലുക്ക് അറ്റ് ദം ലൈക്ക് ദാറ്റ്. എനിക്ക് ചെറിയ ഒരു ന്യൂ ഡയറക്ടർ, ഇപ്പം ഞാൻ നിറയെ പടങ്ങൾ ന്യൂ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ അങ്ങനെ നോക്കുള്ളൂ. എന്നെക്കാട്ടിലും പ്രായം ചെറിയ എത്രയോ ഡയറക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെയും ഞാൻ സാറിനെ വിളിക്കുള്ളൂ. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവരുടെ അടുത്ത്. ആ പവർ, ആ പൊസിഷൻ എനിക്ക്, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദാറ്റ്. ഐ വാണ്ട് ടു ബി എൻ ആക്ട്രസ്. ഡെഫിനറ്റ്ലി ഞാൻ ഡയറക്ഷൻ ചെയ്യേയില്ല. എന്തെങ്കിലും ഒരു നല്ല ക്യാരക്ടറിൽ മലയാളം ഫിലിംസിൽ ഞാൻ ചെയ്യണം. ദിസ് ഈസ് എ റിയൽ ക്രേസ്, റിയൽ ഡ്രീം. എനിക്ക് അമരമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ലളിത ചേച്ചിയൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് ജെലസ് റിയലി. എനിക്ക് ലളിത ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഇഫ് യു മെൻഷൻ ആർട്ടിസ്റ്റ്, എനിക്ക് ഒരു വലിയ പട്ടാളമുണ്ട് എനിക്ക് ടു മെൻഷൻ. ലൈക്ക് തിലകച്ചേട്ടൻ ആൻഡ് നെടുമുടി വേണു സർ, ഇന്നസെന്റ്, മാമുക്കോയ, പപ്പു. ഐ എം ക്രേസി അബൌട്ട് ദി ഇൻഡസ്ട്രി. എനിക്ക് അതുകൊണ്ട് എനിക്ക് ജഗദീഷ് ശ്രീകുമാർ, എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് കുശുമ്പ. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവരുടെ കൂടെ. ഐ വോണ്ട് ടു ഡു എ റോൾ. എനിക്ക് ലളിത ചേച്ചി എനിക്ക് ഭയങ്കര കുശുമ്പ. എന്ത് നല്ല റോൾ അവർ ചെയ്യുന്നത്. യോ അങ്ങനെ എനിക്കങ്ങ് ദേഷ്യം വരും അവരെ കാണുമ്പോൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ കിരീടത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എന്ത് ആപ്റ്റാണ് ഈ അമ്മ എന്ന് പറയുമ്പോൾ, ആ റോളിന് എന്ത് ആപ്റ്റാണ് ശരണ്യ എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ആശയാണ് ചേച്ചി, എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ചെയ്യണം. മലയാളത്തിൽ ചെയ്തിട്ട് അതെല്ലാവരും കണ്ട് പറയണം, എന്ത് ആപ്റ്റാണ്, ആ റോളിന് എന്ത് നന്നായി ചേരുന്നുണ്ടെന്ന് പറയണം. സോ റിയലി ദാറ്റ്സ് മൈ ഡ്രീം.